ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഈ ഒരു പലഹാരം നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അതുപോലെ തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതും കൂടെയാണ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നല്ലപോലെ തിളച്ച് വരാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ ഉപ്മാവൊക്കെ ഉണ്ടാക്കുന്ന സേമിയ ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു പാക്കറ്റ് സേമിയ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തം ഈ ഒരു പാത്രത്തിലത്തെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമ്മൾ തിളപ്പിച്ച് വേവിച്ചെടുക്കണം. ഒരുപാട് വേവിച്ചെടുക്കരുത്, എന്നാൽ ഒരു 1/4 വേവാണ് കേട്ടോ ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതാ തിളച്ച് വന്ന വെള്ളത്തിലേക്ക് നമ്മൾ സേമിയ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഒരു 2-3 തിളച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ സേമിയ ഒരുവിധം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒരു സ്പൂണിലെടുത്തിട്ട് കൈ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് മുറിഞ്ഞ് വരുന്ന ഒരു പാകമല്ലേ, അതാവുമ്പോൾ തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു അരിപ്പയിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അതിലത്തെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വരണം. അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്ന ശേഷം ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള സേമിയ എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് നല്ലപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞിട്ടോ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ചധികം കാബേജ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണോ സേമിയ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം ക്യാരറ്റും കാബേജൊക്കെ എടുക്കാനായിട്ട്. പിന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്യാരറ്റും കാബേജും മാത്രം ചേർത്തു. പിന്നെ കുറച്ചധികം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ സേമിയ വേവിച്ചെടുക്കുന്ന സമയത്ത് ലേശം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നോക്കി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. കുറച്ച് വലിയ ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാതും നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലിപ്പോൾ നിങ്ങൾക്ക് വലിയ ജീരകം ചേർക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. സേമിയ നന്നായിട്ട് ഉടഞ്ഞു പോകരുത്, ആ ഒരു രീതിക്ക് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ടും. ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 4 കോഴിമുട്ടയാണ്. അപ്പോൾ നിങ്ങൾ എത്രയാണോ സേമിയ എടുക്കുന്നത് ഈ ഒരു വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ കോഴിമുട്ട എടുക്കാനായിട്ട്. അപ്പോൾ എനിക്കിവിടെ ഒരു 4 കോഴിമുട്ട വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 4 കോഴിമുട്ടയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാതും കൂടെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ ഒരു പാനിലേക്ക് ആദ്യം കുറച്ച് എണ്ണയൊന്നും ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിതാ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയും വെജിറ്റബിൾസും എല്ലാതും കൂടെ ഇതുപോലെ നമ്മൾ കറക്റ്റ് ആ ഒരു പാനിൻ്റെ മൊത്തത്തിൽ റൗണ്ടിലായിട്ട് നല്ലപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. സ്റ്റൗ ഓൺ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ, ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ചൂട് തട്ടി സെറ്റായി വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ അങ്ങനെ എല്ലാ സൈഡും ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ചീസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചീസാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഷീറ്റ് സൈസുള്ള ചീസാണെന്നുണ്ടെങ്കിൽ അത് ഓരോ ഷീറ്റായിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ചീസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ ചീസ് വെച്ച് കൊടുത്തതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ളതും കൂടെ വെച്ച് കൊടുത്തിട്ട് ഫില്ല് ചെയ്തിട്ട് ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. കോഴിമുട്ട ആയതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലും ലോയിലും ആക്കി മാറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ബാക്കിയുള്ളതും ഇതിൻ്റെ മുകളിലൊക്കെ ഫില്ല് ചെയ്ത് ഞാൻ അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുത്ത ശേഷം വേറൊരു പാനിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വേറൊരു പാനിലേക്ക് അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം അതേ പാനിലേക്ക് വെച്ച് കൊടുത്താലും മതി. അങ്ങനെ തിരിച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. എന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതാ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ചീസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് നിങ്ങൾക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതും കൂടിയാണ്, പെട്ടെന്ന് റെഡിയാക്കാവുന്നതും കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.